നമസ്കാരം. ഹലോ ഡോക്ടറിലേക്ക് ഏവർക്കും സ്വാഗതം. നടുവേദനയ്ക്കും കാൽമുട്ടുവേദനയ്ക്കും പ്രകൃതി ചികിത്സയിലെ സാധ്യത എന്തെന്നാണ് ഇന്ന് ഹലോ ഡോക്ടർ ചർച്ച ചെയ്യുന്നത്. നമുക്കൊപ്പമുള്ളത് തിരുവനന്തപുരം പട്ടം നവജീവൻ നാച്ചുറോപ്പതി ഹോസ്പിറ്റലിലെ ഡോക്ടർ എ നിസാമുദ്ദീനാണ്. ഡോക്ടർ നമസ്കാരം. ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. ഡോക്ടർ, പലപ്പോഴും പ്രായഭേദമന്യേ പലരെയും ബുദ്ധിമുട്ടിക്കുന്നൊരു പ്രശ്നമാണ് നടുവേദനയും കാൽമുട്ടുവേദനയും. ഈ ഒരു പ്രശ്നത്തിന് പ്രകൃതി ചികിത്സയിലുള്ള സാധ്യതകളെക്കുറിച്ച്, അതിൻ്റെ പരിഹാര മാർഗങ്ങളെക്കുറിച്ച് തന്നെ ആദ്യം ഒന്ന് വിശദമാക്കാമോ? പ്രകൃതി ചികിത്സയിൽ കാൽമുട്ട് വേദനയ്ക്കും നടുവേദനയ്ക്കുമുള്ള പരിഹാര മാർഗം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ കൃത്യമായി കാര്യങ്ങൾ വളരെ കൃത്യമായി മനസ്സിലാക്കുക എന്നതാണ്. അതായത് നമുക്ക് നടുവേദനയും മുട്ടുവേദനയും ഉണ്ടാകുന്നതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് നമ്മൾ അമിതവണ്ണവും അതോടൊപ്പം തന്നെ മറ്റ് പ്രശ്നങ്ങളൊക്കെയാണ് നടുവേദനയും മുട്ടുവേദനയും ഉണ്ടാകുന്നതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത്. അമിതവണ്ണം ശരിക്കും നടുവേദനയും മുട്ടുവേദനയും ഉണ്ടാക്കുന്നതിൻ്റെ ഒരു പ്രധാന കാരണമാണ്. ഇത് പുരുഷന്മാരെ അപേക്ഷിച്ച് സ്ത്രീകളിലാണ് കൂടുതലായി കണ്ടുവരുന്നത് എന്ന് മനസ്സിലാക്കുക. പണ്ട് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ജോലികൾ അവർ ചെയ്തിരുന്നു. അഥവാ അരയ്ക്കുക, ആട്ടുക, അതോടൊപ്പം തന്നെ മുറ്റമടിക്കുക, കുനിഞ്ഞ് മുറ്റമടിക്കുക പോലെയുള്ള ജോലികൾ സ്ത്രീകൾ ഒരുപാട് ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ അവർക്ക് എല്ലാ ജോയിൻറ്റുകളിലും വളരെ കൃത്യമായ ആയാസം ലഭിച്ചിരുന്നു, അഥവാ മൂവ്മെൻറ്റ് ലഭിച്ചിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. ഇന്ന് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം കാര്യമായ എക്സസൈസുകൾ, അതായത് നേരത്തെ നമ്മൾ സാധാരണ ചെയ്തുകൊണ്ടിരുന്ന ജോലികളൊന്നും കൃത്യമായിട്ട് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ട് അവർക്ക് ജോയിൻറ്റുകളിൽ മൂവ്മെൻറ്റ് കുറവാണ്. അതുകൊണ്ട് തന്നെ മുട്ടുവേദനയും നടുവേദനയും സ്വാഭാവികമായി സ്ത്രീകളിൽ കണ്ടുവരുന്നതായിട്ട് കാണുന്നുണ്ട്. പക്ഷേ പുരുഷന്മാരെ അപേക്ഷിച്ച് സ്ത്രീകളിലാണ് ഇത് കൂടുതലായി കണ്ടുവരുന്നതെങ്കിലും സ്വാഭാവികമായി പുരുഷന്മാരിലും ഇത് കണ്ടുവരുന്നുണ്ട് എന്ന് മനസ്സിലാക്കുക. ഇതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത്, ഇന്നത്തെ കാലഘട്ടത്തിൽ ഇത് വളരെ പ്രധാന കാരണം എന്ന് പറയുന്നത് നമ്മുടെ മാറി വന്ന ഭക്ഷണശീലങ്ങൾ തന്നെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. കാൽസ്യം അടങ്ങുന്ന ഭക്ഷണ സാധനങ്ങൾ വളരെ കുറഞ്ഞ അളവിലാണ് സാധാരണ നിലയിൽ നമ്മൾ കഴിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. അതോടൊപ്പം തന്നെ വ്യായാമമില്ലാത്ത ഒരു ജീവിതമാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. അതുകൊണ്ടാണ് മുട്ടുവേദനയും നടുവേദനയും ഉണ്ടാകുന്നതിൻ്റെ പ്രധാന കാരണമെന്ന് നമ്മൾ മനസ്സിലാക്കണം. പ്രകൃതി ചികിത്സയിലൂടെ ഇത് വളരെ ഫലപ്രദമായി നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കുമെന്ന് മനസ്സിലാക്കുക. ഒന്നാമതായി, അമിതവണ്ണം കൊണ്ടുണ്ടാകുന്ന മുട്ടുവേദനയും നടുവേദനയൊക്കെ അമിതവണ്ണം കുറയ്ക്കുന്നതോടുകൂടി തന്നെ പ്രകൃതി ചികിത്സയിലൂടെ പരിഹരിക്കുവാൻ സാധിക്കും. അമിതവണ്ണം പ്രകൃതി ചികിത്സയിലൂടെ 2 ആഴ്ച കൊണ്ട് 8 മുതൽ 12 കിലോ വരെ നമുക്ക് സർവ്വസാധാരണമായി കുറയ്ക്കാൻ സാധിക്കും. ഓരോരുത്തർക്ക് ഒരു 5-6 കിലോ വെയിറ്റ് കുറഞ്ഞാൽ തന്നെ മുട്ടുവേദന ഏറെക്കുറെ നമുക്ക് പരിഹരിക്കാൻ സാധിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കുക. ചെറുപ്പക്കാരായ കൗമാരക്കാരായ കുട്ടികളിൽ പോലും നടുവേദനയും മുട്ടുവേദനയും സ്വാഭാവികമായി കണ്ടുവരുന്നുണ്ട് എന്ന് മനസ്സിലാക്കണം. രണ്ടാമതായി നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത് മിസ്അലൈൻമെൻറ്റ് കൊണ്ടും, അഥവാ കാൽമുട്ടിലും ജോയിൻറ്റുകളിലും ഉള്ള മിസ്അലൈൻമെൻറ്റ് കൊണ്ടും നമുക്ക് ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. ഇത്തരം പ്രശ്നങ്ങൾ മിസ്അലൈൻമെൻറ്റ് കൊണ്ടാണ് സ്വാഭാവികമായും മുട്ട് വളഞ്ഞു പോകുന്ന ഒരവസ്ഥ ഉണ്ടാകുന്നത് എന്ന് മനസ്സിലാക്കണം. അപ്പോൾ അതുകൊണ്ട് മിസ്അലൈൻമെൻറ്റ് പരിഹരിക്കുവാൻ നാച്ചുറോപ്പതിയിൽ നമ്മൾ ചെയ്യുന്നത് ബോൺ അലൈൻമെൻറ്റ് തെറാപ്പിയാണ് എന്ന് മനസ്സിലാക്കുക. പ്രകൃതി ചികിത്സയിൽ ബോൺ അലൈൻമെൻറ്റ് തെറാപ്പി കൂടി ചെയ്യുന്നുണ്ട് എന്ന് മനസ്സിലാക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ബോൺ അലൈൻമെൻറ്റ് തെറാപ്പി ചെയ്യുന്നതാണ്. കന്യാകുമാരിയിൽ നിന്നും രാമചന്ദ്രൻ ഡോക്ടറോട് ചോദിക്കൂ. ഹലോ 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 രാമചന്ദ്രനാണ്. പറഞ്ഞോളൂ. അത് എനിക്ക് ഒരു 20 വർഷത്തിന് മുമ്പ് രാത്രി ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് എനിക്ക് ബാത്റൂമിൽ തന്നെ പോകാൻ കഴിയാത്തൊരു സ്റ്റേജ് വന്നു. അപ്പൊ ഞാൻ തൊട്ടടുത്ത് ഒരു ഡോക്ടറെ പോയി കണ്ടു. അങ്ങേര് ഒരു മെഡിസിൻ കുത്തിവെക്കുകയും ഒരു ഗുളിക തരികയും ചെയ്തു. അത് കഴിഞ്ഞപ്പോൾ അതൊക്കെ മാറി. അടുത്ത ദിവസം തന്നെ ഒരു MRI എടുത്ത് നോക്കിയ സമയത്ത് L4 L5 കുഴപ്പമാണ് എന്നുള്ള രീതിയിൽ പറഞ്ഞിരുന്നു. അത് കഴിഞ്ഞ് തിരിച്ച് വന്ന് ഡോക്ടറെ കണ്ട് അതൊരു ഫിസിയോതെറാപ്പി ചെയ്തു. അങ്ങനെ ഫിസിയോതെറാപ്പി ചെയ്ത സമയത്ത് കുറച്ച് ആശ്വാസം ഉണ്ടായി. ഇപ്പോഴും അതിൽ അങ്ങനെ പോകുന്നു, എന്നാലും അത് മാറിയിട്ടില്ല. L4 L5 ഡിസ്ക് ബൾജിംഗ് ആണ് പ്രധാന കാരണം എന്ന് പറയുന്നത്. അതെ. ഇപ്പൊ അതുകൊണ്ട് നടുവേദന സ്വാഭാവികമായിട്ട് ഉണ്ടാകുന്നുണ്ട്. കഴുത്തിന് വേദന ഉണ്ട്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ്. അതായത് നമ്മുടെ ഡിസ്കിന് ബൾജിംഗ് ഉണ്ടാകുന്നു, മിസ്അലൈൻമെന്റ് കൊണ്ട് ഡിസ്കിന് ബൾജിംഗ് ഉണ്ടാകുന്നു. വെയിറ്റ് കൂടുതലാണോ?
വെയിറ്റ് കൂടുതലൊന്നുമല്ല, എനിക്കിപ്പോൾ 84 വയസ്സായി. ഓക്കെ. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 84 വയസ്സുള്ള ആളാണെങ്കിലും നമുക്ക് ബോൺ അലൈൻമെൻറ്റ് തെറാപ്പിയിലൂടെ നമുക്ക് ഈ ഡിസ്ക് ബൾജിങ് പരിഹരിക്കുവാൻ സാധിക്കും. അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു 2-3 ദിവസത്തെ ട്രീറ്റ്മെൻറ്റ് കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് വ്യത്യാസം അറിയാൻ സാധിക്കും. മിക്കവാറുമുള്ള ആളുകളിൽ കണ്ടുവരുന്ന ഒരു പ്രശ്നമാണ് L4 L5ലുള്ള ഡിസ്ക് ബൾജിങ്ങും പ്രൊലാപ്സ് എന്നൊക്കെ പറയുന്നത്. അതിൻ്റെ പ്രധാന കാരണം നമ്മുടെ ഇരിക്കലിൻ്റെയും നിക്കലിൻ്റെയും പ്രശ്നം തന്നെയാണ് എന്ന് മനസ്സിലാക്കുക. അതായത് നമ്മുടെ പോസ്റ്ററുകൾ കറക്റ്റ് അല്ലാത്തത് കൊണ്ടാണ് ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ അത്തരം മിസ്അലൈൻമെൻറ്റുകൾ പരിഹരിക്കുവാൻ ബോൺ അലൈൻമെൻറ്റ് തെറാപ്പി നമുക്ക് ഉപയോഗിക്കാം. 2-3 ദിവസം കഴിയുമ്പോൾ തന്നെ നമുക്ക് വളരെ വ്യത്യാസം അറിയാൻ പറ്റുന്നതാണ്. ഓക്കെ, പ്രേക്ഷകന് വ്യക്തമായി എന്ന് കരുതുന്നു. ഡോക്ടർ, ഇപ്പോൾ പ്രേക്ഷകനോട് പറഞ്ഞ മറുപടിയിലും അതിനു മുമ്പ് നമ്മൾ പറഞ്ഞു നിർത്തിയതിലും ഈ ബോൺ അലൈൻമെൻറ്റ് തെറാപ്പിയെക്കുറിച്ച് പറഞ്ഞല്ലോ. എന്താണ് ആ തെറാപ്പി? പ്രകൃതി ചികിത്സയിൽ അതെങ്ങനെയാണ് സാധ്യമാകുന്നത്? ആ ഒരു ചികിത്സാ രീതിയെക്കുറിച്ചൊന്ന് വിശദമാക്കാമോ? ഓക്കെ. ബോൺ അലൈൻമെൻറ്റ് തെറാപ്പി എന്ന് പറയുന്നത് ശരിക്കും എല്ലാ ജോയിൻറ്റുകളുടെയും മിസ്അലൈൻമെൻറ്റ് പരിഹരിക്കുന്ന ഒരു തെറാപ്പിയാണ്. പ്രകൃതി ചികിത്സയിൽ ഇത് എന്തുകൊണ്ടാണ് ഉൾപ്പെടുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാ മരുന്ന് രഹിത ചികിത്സകളെയും പ്രകൃതി ചികിത്സയിൽ ഉൾപ്പെടുത്താറുണ്ട് എന്ന് മനസ്സിലാക്കുക. അതുകൊണ്ടാണ് സ്വാഭാവികമായിട്ട് അക്യുപഞ്ചർ പോലെയുള്ള ട്രീറ്റ്മെൻറ്റുകൾ ശരിക്കും നാച്ചുറോപ്പതി അഥവാ പ്രകൃതി ചികിത്സയിൽ ഉൾപ്പെട്ടത് എന്നും നമ്മൾ എന്ത് ചെയ്യണം, മനസ്സിലാക്കണം. എല്ലാ മരുന്ന് രഹിത ചികിത്സകളും സ്വാഭാവികമായിട്ടും പ്രകൃതി ചികിത്സയിൽ ഉൾപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ബോൺ അലൈൻമെൻറ്റ് തെറാപ്പിയും പ്രകൃതി ചികിത്സയിൽ ഉൾപ്പെടുന്നുണ്ട്. ഇതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത്, ഇപ്പോൾ മിസ്അലൈൻമെൻറ്റ് സംഭവിക്കുകയും ആദ്യം നമ്മുടെ കാൽസ്യത്തിൻ്റെ കുറവ് കൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ പോസ്റ്ററുകളുടെ പ്രശ്നങ്ങൾ കൊണ്ടോ കാൽമുട്ടിൽ മിസ്അലൈൻമെൻറ്റ് സംഭവിക്കും. അത് സ്വാഭാവികമായിട്ടും ചെറിയ കാൽമുട്ട് വേദനയിൽ കലാശിക്കുകയും അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് നടക്കുന്നത് കൊണ്ടാണ് സ്വാഭാവികമായിട്ട് മുട്ട് വളഞ്ഞു പോകുന്ന ഒരവസ്ഥ ഉണ്ടാകുന്നത്. ഒരു 50% മുട്ട് വളഞ്ഞു പോയ കേസുകൾ പോലും ശരിക്കും ബോൺ അലൈൻമെൻറ്റ് തെറാപ്പിയിലൂടെ നമുക്ക് നേരെയാക്കി എടുക്കാൻ സാധിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കുക. ഇതുകൂടാതെ തന്നെ L4 L5ലാണ് മിക്കവാറുമുള്ള ആളുകൾക്കും പ്രൊലാപ്സ് അഥവാ ബൾജിങ് ഒക്കെ ഉണ്ടാകുന്നത് എന്ന് മനസ്സിലാക്കുക. അത്തരം വിഷയങ്ങളും ബോൺ അലൈൻമെൻറ്റ് തെറാപ്പിയിലൂടെ നമുക്ക് പരിഹരിച്ചെടുക്കുവാൻ സാധിക്കും. വളരെ സിമ്പിളായി ചെയ്യുന്ന ചില ടെക്നിക്കാണ് ബോൺ അലൈൻമെൻറ്റ് തെറാപ്പി എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ നമുക്ക് ആ ഒരു ഉത്തരത്തിലേക്ക് തിരികെ എത്താം. ഇപ്പോൾ നമ്മളോടൊപ്പം ഒരു പ്രേക്ഷക ചേരുകയാണ്, കൊല്ലത്ത് നിന്നും സുജ. സുജ, ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ. ഡോക്ടർ, എന്റെ ചേച്ചിക്ക് വേണ്ടിയാണ് ഞാൻ വിളിക്കുന്നത്. ചേച്ചിക്ക് വെയിറ്റ് ഉണ്ട്. ചേച്ചിയുടെ കാല് വലത് നടുവിന്റെ ഭാഗമായിട്ട് വലത് സൈഡിലായിട്ടാണ് നല്ല വേദന. നടക്കാൻ വളരെയധികം പ്രയാസമാണ്. ഒരു 2-3 മിനിറ്റ് പോലും നടക്കുമ്പോഴത്തേക്ക് അത് വീണ് പോകുന്ന പോലെ നല്ല വേദനയാണ്. ഓക്കെ. എക്സ്റേ വല്ലതും എടുത്തിട്ടുണ്ടോ? ഏതാ? എക്സ്റേ എടുത്തിട്ടുണ്ടോ? നേരത്തെ എടുത്തിട്ടുണ്ട്, ഇപ്പോൾ ഇതൊന്നും ചെയ്തിട്ടില്ല. അത് ഇങ്ങനെ കഴിഞ്ഞ ദിവസം തന്നെ വീഴാൻ പോവുക. അതെ. എത്ര വയസ്സുണ്ട്? 51. ഓക്കെ. നമുക്കത് പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കാൻ പറ്റും. വെയിറ്റ് കൂടുതലാണ് അല്ലേ? വെയിറ്റ് ഉണ്ട്. വെയിറ്റ് കുറച്ചെടുത്തുകൊണ്ട് നേരത്തെ തീരെ വലിയ ആളായിരുന്നു, പക്ഷെ ഇപ്പൊ നല്ല. എത്ര വെയിറ്റ് ഉണ്ടാവും എന്നറിയാമോ? വെയിറ്റ് എനിക്ക് തോന്നുന്നു 80-ന് മുകളിലുണ്ടാവും. ഓക്കെ. അപ്പോൾ വെയിറ്റ് ബോഡിക്ക് അനുസരിച്ചിട്ടുള്ള വെയിറ്റിലേക്ക് നമ്മൾ മാറണം. ഈ വെയിറ്റ് കൂടിയിട്ട് സ്വാഭാവികമായിട്ടും ഹിപ്പല്ലിലോ അതല്ലെങ്കിൽ നട്ടലിലോ പ്രൊലാപ്സ് സംഭവിക്കാൻ സാധ്യതയുണ്ട്. അത് നമ്മുടെ ബോൺ അലൈൻമെൻറ്റ് തെറാപ്പിയിലൂടെ പരിഹരിക്കുവാൻ സാധിക്കുമെന്ന് മനസ്സിലാക്കുക. ട്രീറ്റ്മെൻറ്റ് തുടങ്ങി 2-3 ദിവസത്തിനകത്ത് തന്നെ നമുക്ക് വ്യത്യാസം അറിയാൻ പറ്റും. എത്ര നല്ല പെയിനാണെങ്കിലും അതികഠിനമായ വേദനയാണെങ്കിൽ 2-3 ദിവസത്തെ ട്രീറ്റ്മെൻറ്റ് കഴിയുമ്പോൾ തന്നെ വേദനയ്ക്ക് കാര്യമായ മാറ്റം കണ്ടു തുടങ്ങും. ഓക്കെ. ഓക്കെ, വ്യക്തമായി എന്ന് കരുതുന്നു. ഡോക്ടർ, നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന വിഷയത്തിലേക്ക് തിരികെ എത്തുകയാണെങ്കിൽ, ഇപ്പോൾ പലപ്പോഴും ഇത്തരത്തിലുള്ള വേദനകൾ അത് പഴക്കം ചെന്ന വേദനകളുമായി കൊണ്ടു നടക്കുന്നവർ ധാരാളം ഉണ്ടാകും. വളരെ പഴകിയ രോഗങ്ങൾക്ക്, ഇത്തരം വേദനകൾക്ക് പ്രകൃതി ചികിത്സയുടെ സാധ്യതകൾ എത്രത്തോളമാണ്? തീർച്ചയായിട്ടും ഇത്തരം വേദനകൾ ഉണ്ടാകുന്നതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പോൾ അമിതവണ്ണമുള്ള ഒരാൾ സ്വാഭാവികമായിട്ട് അയാൾ 10 വർഷം മുമ്പും
വെയിറ്റ് കൂടുന്നതല്ലാതെ സ്വാഭാവികമായിട്ട് കുറയുന്നില്ല എന്ന് മനസ്സിലാക്കുക. അപ്പോൾ അത് പഴകിയ ഒരു രോഗത്തിലേക്ക് കലാശിക്കുകയാണ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കണം. ഇത് കൂടാതെ തന്നെ ബ്ലഡ് സർക്കുലേഷൻ കൃത്യമായ അനുപാതത്തിൽ നടക്കാതെ വരികയും ബ്ലഡിൽ രാസവസ്തുക്കളും വിഷസങ്കലനങ്ങളും ഉണ്ടാവുകയൊക്കെ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ശരിക്ക് പഴകിയ അസുഖത്തിലേക്ക് മാറുന്നുണ്ട് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ നമ്മളിവിടെ ചെയ്യുന്നത് പ്രകൃതി ചികിത്സ എന്ന് പറയുന്നത് ശരിക്കും ഒരു ക്ലീനിങ് പ്രോസസ്സാണ് എന്ന് പറയുക, അഥവാ ഒരു വാഷ് ഔട്ടാണ് എന്ന് മനസ്സിലാക്കണം. നമ്മുടെ തെറ്റായ ഭക്ഷണശീലങ്ങളും തെറ്റായ ജീവിതശൈലിയുമാണ് നമുക്ക് രോഗകാരണം എന്നാണ് പ്രകൃതി ചികിത്സ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഭക്ഷണശീലങ്ങളെ കൃത്യമായി മാറ്റുകയും എക്സസൈസ് ഇല്ലാതെ ജീവിക്കാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നതെങ്കിൽ വളരെ ചെറിയ സിമ്പിളായിട്ടുള്ള എക്സസൈസ് ചെയ്ത് കൊടുത്തുകൊണ്ട് തന്നെ നമുക്ക് ഇത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ അവിടെ എത്ര കഠിനമായ കാൽമുട്ട് വേദനയും നടുവേദനയും അതോടൊപ്പം തന്നെ സ്പോണ്ടിലൈറ്റിസും ടെന്നീസ് എൽബോ പോലെയുള്ള പ്രശ്നങ്ങളായി വരുന്ന ആളുകൾക്കും 2-3 ദിവസത്തെ ട്രീറ്റ്മെൻറ്റ് കഴിയുമ്പോൾ തന്നെ നല്ല വ്യത്യാസം, അതായത് അവർ ഇന്നുവരെ അനുഭവിക്കാത്ത ഒരു വ്യത്യാസം കാണുന്നതിൻ്റെ പ്രധാന കാരണവും ജീവിതശൈലിയും ഭക്ഷണശീലങ്ങളും കൃത്യമായി മാറ്റുന്നത് കൊണ്ട് തന്നെയാണ് എന്ന് മനസ്സിലാക്കുക. പ്രകൃതി ചികിത്സ എന്ന് കേൾക്കുമ്പോൾ ആളുകൾ വിചാരിക്കുന്നത് ഇറച്ചി മീനൊക്കെ ഒഴിവാക്കിക്കൊണ്ട് പുല്ലും വൈക്കോലും ഒക്കെ കഴിച്ചുകൊണ്ടിരുന്ന മൃഗങ്ങളെപ്പോലെ ജീവിക്കുന്ന ഒരു രീതിയെക്കുറിച്ചിട്ടാണ് ആളുകൾ മനസ്സിലാക്കിയിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. ശരിക്ക് പ്രകൃതി ചികിത്സ എന്ന് പറയുന്നത് ശരിക്ക് ഇറച്ചിയും മീനും എന്നൊക്കെ പറയുന്നത് മനുഷ്യൻ്റെ ഭക്ഷണമാണ് എന്ന് തന്നെ മനസ്സിലാക്കിക്കൊണ്ട് മിതമായ അളവിൽ ഇറച്ചിയും മീനും കഴിക്കുന്നത് കൊണ്ട് ഒരു ബുദ്ധിമുട്ടും ഇല്ല എന്ന് മനസ്സിലാക്കണം. പക്ഷേ ട്രീറ്റ്മെൻറ്റ് കാലയളവിൽ ഇത്ര ദിവസത്തേക്ക് ഒരുപക്ഷെ അത് ഒഴിവാക്കിയെടുക്കുകയോ അല്ലെങ്കിൽ ഭാഗികമായി മാറ്റുകയോ ചെയ്യേണ്ടതുണ്ട് എന്ന് മനസ്സിലാക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ എത്ര പഴകിയ നടുവേദനയും മുട്ടുവേദനയും പെടൽ വേദനയൊക്കെ ആണെങ്കിലും പൂർണ്ണമായിട്ടും പ്രകൃതി ചികിത്സയിലൂടെ നമുക്ക് പരിഹരിക്കുവാൻ സാധിക്കും. മുട്ട് വളഞ്ഞ കേസുകൾ ഒരു 50% മുട്ട് വളഞ്ഞ കേസുകൾ വരെ നമുക്ക് ഏറെക്കുറെ പൂർണ്ണമായിട്ടും മാറ്റിയെടുക്കുവാൻ സാധിക്കും എന്ന് മനസ്സിലാക്കുക. അത് 40%. ഇപ്പോൾ തന്നെ നമ്മുടെ കൊല്ലത്തു നിന്നൊരു പേഷ്യൻ്റ് അവിടെ ഹോസ്പിറ്റലുണ്ട്. 40% അവർക്ക് മുട്ട് വളഞ്ഞു പോയതാണ്. ശരിക്കും 6-7 ദിവസത്തെ ട്രീറ്റ്മെൻറ്റ് കഴിയുമ്പോൾ തന്നെ മുട്ട് നേരെ ശരിയായ രീതിയിലേക്ക് മാറിയതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ അതോടൊപ്പം തന്നെ ടെന്നീസ് എൽബോയ്ക്ക് പലവിധ ചികിത്സകൾ ചെയ്തിട്ട് പരാജയപ്പെട്ടു പോയ ആളുകൾക്കും പ്രകൃതി ചികിത്സയിലൂടെ ടെന്നീസ് എൽബോ നമുക്ക് പരിഹരിക്കുവാൻ സാധിക്കും എന്ന് മനസ്സിലാക്കുക. ഇതുകൂടാതെ തന്നെ ശരിക്ക് സ്പോണ്ടിലൈറ്റിസ് എന്ന് പറയുന്നത് ആളുകൾ കോളറൊക്കെ ഇട്ടാണ് നടക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. വളരെ സിമ്പിളായി പരിഹരിക്കാൻ പറ്റുന്ന ഒരു രോഗമാണ് സ്പോണ്ടിലൈറ്റിസ് എന്ന് മനസ്സിലാക്കുക. സ്പോണ്ടിലൈറ്റിസ് ഉണ്ടായിട്ട് കഴുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കാൻ പറ്റാത്ത വണ്ണം പ്രയാസം അനുഭവപ്പെടുന്ന ആളുകൾക്ക് 2-3 ദിവസത്തെ ട്രീറ്റ്മെൻറ്റ് കഴിയുമ്പോൾ തന്നെ ശരിയായ രീതിയിൽ നമുക്ക് കഴുത്ത് തിരിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലേക്ക് മാറുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ എത്ര പഴകിയ രോഗമായിരുന്നാലും പുതിയ തരം രോഗങ്ങളായിരുന്നാലും കാരണം അറിഞ്ഞാണ് ശരിക്കും നമ്മൾ ചികിത്സിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ വെയിറ്റ് കൂടിയ ആളുകളെ വെയിറ്റ് കുറച്ചുകൊണ്ട് പരിഹരിക്കുക, മിസ്അലൈൻമെൻറ്റ് സംഭവിച്ച ആളുകളെ മിസ്അലൈൻമെൻറ്റ് പരിഹരിക്കുക പോലെയുള്ള രീതികളാണ് നമ്മൾ സ്വീകരിച്ചു വരുന്നത് എന്ന് മനസ്സിലാക്കണം. ഓക്കെ ഡോക്ടർ, നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് പ്രകൃതി ചികിത്സയിൽ ലഭിക്കുന്ന ആ ഒരു പരിഹാരങ്ങളെക്കുറിച്ചായിരുന്നു. അതിൽ തന്നെ ചോദിക്കട്ടെ, ഇപ്പോൾ നമ്മൾ 2-3 പ്രാവശ്യം ഡോക്ടർ തന്നെ പറഞ്ഞു എത്ര പഴകിയ വേദനയാണെങ്കിലും 2 ദിവസത്തിനുള്ളിൽ തന്നെ ഒരു പരിഹാരം ഉണ്ടാകും, അതിൻ്റെ പ്രതിവിധി ഉണ്ടാകുമെന്ന്. അതിനെ ഒന്ന് വിശദമാക്കാമോ? പ്രത്യേകിച്ചും ഈ ജീവിതശൈലിയിലൂടെ, അതായത് എക്സസൈസിലൂടെ, ഭക്ഷണ ക്രമീകരണത്തിലൂടെ ഇത്തരത്തിലുള്ള വേദനകൾക്ക് 2 ദിവസം കൊണ്ട് പരിഹാരം കാണുവാൻ സാധിക്കുമോ? അതിൻ്റെ വിഷയം എന്ന് പറയുന്നത് നമ്മൾ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കണം. നമുക്ക് രോഗം ഉണ്ടാകുന്നതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് തെറ്റായ ഭക്ഷണശീലങ്ങളും തെറ്റായ ജീവിതശൈലിയുമാണ് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. തെറ്റായ ഭക്ഷണശീലങ്ങൾ കൊണ്ട് നമ്മുടെ ശരീരത്തിലെ എല്ലാ അവയവങ്ങളും പ്രവർത്തിക്കുന്നത് വൈറ്റമിനും മിനറൽസും അതുപോലെയുള്ള മറ്റ് ഘടകങ്ങളൊക്കെ കൊണ്ടാണ്. ഇത് തെറ്റായ അളവിലാണ് പലപ്പോഴും നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് മനസ്സിലാക്കണം. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ശരീരത്തിലെ എല്ലാ അവയവങ്ങളും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് നമ്മുടെ ശരീരത്തിൽ കിട്ടേണ്ട പോഷണ പ്രാധാന്യമുള്ള ഭക്ഷണങ്ങൾ വളരെ കൃത്യമായ അളവിൽ കിട്ടിയാൽ മാത്രമേ നമ്മുടെ ശരീരത്തിലെ ഓരോ അവയവങ്ങളും പ്രവർത്തിക്കുകയുള്ളൂ.
പക്ഷേ നമ്മളെ തെറ്റായ ഭക്ഷണ രീതികൾ കാരണമായി ശരീരത്തിന് കിട്ടേണ്ട പോഷണം കിട്ടാതിരിക്കുകയും അത് സ്വാഭാവികമായി നമ്മുടെ ശരീരത്തിലെ അവയവങ്ങളുടെ പ്രവർത്തനത്തെ സാരമായി ബാധിക്കുകയും ചെയ്യും എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പ്രകൃതി ചികിത്സയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ തെറ്റായ ഭക്ഷണശീലങ്ങൾ കാരണം നമ്മുടെ ശരീരത്തിലെ വേറൊരു മെക്കാനിസമാണ് രൂപപ്പെടുത്തിയിരിക്കുന്നത് എന്ന് മനസ്സിലാക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ വാഷ് ഔട്ടിലൂടെ ഇത്തരം ആവശ്യമില്ലാത്ത ഘടകങ്ങളെയൊക്കെ ശരീരത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ടോക്സിൻസുകളെയും മാലിന്യങ്ങളെയും ഒക്കെ വാഷ് ഔട്ടിലൂടെ ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് കളയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ തന്നെ കുറേ ആശ്വാസം കിട്ടും. ശരീരത്തിലെ ടോക്സിൻസ് രൂപപ്പെടുമ്പോഴാണ് അഥവാ വിഷമാലിന്യങ്ങൾ രൂപപ്പെടുമ്പോഴാണ് നമുക്ക് ശരീരത്തിൽ വേദനകൾ അനുഭവപ്പെടുന്നത് എന്ന് മനസ്സിലാക്കുക. ഇതിന് നമ്മൾ പെയിൻ കില്ലറുകളും മറ്റ് സംഗതികളൊക്കെ പെയിൻ കില്ലർ അടങ്ങിയ ഓയിലുകളൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ താൽക്കാലികമായൊരു ആശ്വാസമാണ് നമുക്ക് ലഭിക്കുന്നത്. പക്ഷേ ഈ ടോക്സിൻസ് ശരീരത്തിൽ കെട്ടിക്കിടക്കുന്ന ടോക്സിൻസ് നമ്മൾ പൂർണ്ണമായും ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് കളയുമ്പോൾ തന്നെ നമുക്കൊരു വല്ലാത്തൊരു ആശ്വാസം ലഭിക്കും. അപ്പോൾ അതുകൊണ്ടാണ് എത്ര പഴകിയ പ്രശ്നങ്ങളായിരുന്നു, ഏത് തരം രോഗങ്ങളായിരുന്നാലും എത്ര പഴകിയ പ്രശ്നങ്ങളായിരുന്നാലും 2-3 ദിവസം കഴിയുമ്പോൾ തന്നെ പ്രകൃതി ചികിത്സയിലേക്ക് വരുന്ന ആളുകൾക്ക് നല്ല കാര്യമായ ആശ്വാസം ലഭിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇതുകൂടാതെ തന്നെ ഇപ്പോൾ ഈ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മുട്ടുവേദന, നടുവേദന, പെടൽ വേദന, ടെന്നീസ് എൽബോ പോലെയുള്ള പ്രശ്നമുള്ള ആളുകൾക്ക് സ്വാഭാവികമായിട്ട് മിസ്അലൈൻമെൻറ്റുകൾ സംഭവിക്കുന്നത് കൊണ്ടാണ് തെറ്റായ നടത്തവും തെറ്റായ ഇരുത്തവും തെറ്റായ കിടത്തവും കാരണം ശരിക്കും മിസ്അലൈൻമെൻറ്റ് സംഭവിക്കുന്നതാണ്. ഇത് കൂടാതെ തന്നെ ശരീരത്തിന് കിട്ടേണ്ട ഇപ്പോൾ കാൽസ്യം പോലെയുള്ള വൈറ്റമിനുകൾ നമ്മുടെ ശരീരത്തിൽ ലഭിക്കാതെ വന്നു കഴിഞ്ഞാലും ജോയിൻറ്റുകളുടെ പ്രവർത്തനത്തെ സാരമായി ബാധിക്കുമെന്ന് മനസ്സിലാക്കുക. ഇതൊക്കെ കാരണമായി ജോയിൻറ്റുകൾക്ക് മിസ്അലൈൻമെൻറ്റുകൾ സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നു. ഇത് പ്രകൃതി ചികിത്സയിലൂടെ നമ്മൾ ജോയിൻറ്റുകളുടെ മിസ്അലൈൻമെൻറ്റുകൾ പരിഹരിക്കുക, ബോൺ തെറാപ്പിയിലൂടെ അത് പരിഹരിക്കുക, ഭക്ഷണശീലങ്ങളിലൂടെ നമ്മുടെ ശരീരത്തിലെ ആൽക്കലൈൻ കണ്ടൻറ്റുകൾ നമ്മുടെ ശരീരത്തിൽ ലഭിക്കേണ്ട രീതിയിലുള്ള ഭക്ഷണ സാധനങ്ങൾ നമ്മൾ കഴിക്കുക പോലെയുള്ള സംഗതികളിലൂടെയാണ് ശരിക്ക് 2-3 ദിവസം കഴിയുമ്പോൾ തന്നെ നമുക്ക് ആശ്വാസം ലഭിച്ചു വരുന്നത് എന്ന് മനസ്സിലാക്കുക. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കാരണം അറിഞ്ഞുകൊണ്ടാണ് ശരിക്ക് നമ്മൾ ചികിത്സിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. മിസ്അലൈൻമെൻറ്റുള്ള ആളുകൾക്ക് എണ്ണയിട്ട് തടകിയതുകൊണ്ട് പ്രശ്നം പരിഹരിക്കില്ല. മിസ്അലൈൻമെൻറ്റ് പരിഹരിക്കുക എന്നത് തന്നെയാണ് അതിൻ്റെ പ്രധാന രീതി എന്ന് മനസ്സിലാക്കുക. അപ്പോൾ അതാണ് പ്രകൃതി ചികിത്സയിലൂടെ നമ്മൾ പരിഹരിക്കുന്നത് എന്ന് മനസ്സിലാക്കണം. എല്ലാവർക്കും ഈ ഒരു ചികിത്സാ രീതി സാധ്യമാണോ? പ്രത്യേകിച്ചും ജീവിതശൈലി രോഗങ്ങളുള്ളവരാണ് നമ്മൾ പലരും. അവർക്കെല്ലാം ഇത്തരത്തിലുള്ള ഈ ഒരു ചികിത്സാ രീതിയിലൂടെ പ്രയോജനം ലഭിക്കാറുണ്ടോ? തീർച്ചയായിട്ടും ഞാൻ പലപ്പോഴൊക്കെ പറയാറുള്ളത് പ്രകൃതി ചികിത്സയിൽ അവസാന സ്റ്റേജിലാണ് പലപ്പോഴും ആളുകൾ എത്തുന്നത് എന്ന് മനസ്സിലാക്കുക. എല്ലാം കഴിച്ചിട്ട് എല്ലാം കഴിഞ്ഞ് എല്ലാം പരിഹരിച്ചിട്ട് എല്ലാം പരിശോധിച്ച് നോക്കിയിട്ട് അവസാനമാണ് പ്രകൃതി ചികിത്സയിലേക്ക് പല ആളുകളും എത്തുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അവർക്കൊക്കെ 90-95% ആളുകൾക്ക് നമുക്ക് റിസൾട്ട് കൊടുക്കുവാൻ സാധിച്ചിട്ടുണ്ട്. അത് കിഡ്നി സ്റ്റോൺ ആയിരുന്നാലും ഗാൾ ബ്ലാഡർ സ്റ്റോൺ ആയിരുന്നാലും അതോടൊപ്പം തന്നെ ദഹന സംബന്ധമായ പ്രശ്നങ്ങളായിരുന്നാലും ഇൻകേസ് ഹാർട്ട് സംബന്ധമായ പ്രശ്നങ്ങളായിരുന്നു, ഹാർട്ട് ബ്ലോക്ക് പോലെയുള്ള പ്രശ്നങ്ങൾ അലോപ്പതി ചികിത്സ പരാജയപ്പെടുകയോ അല്ലെങ്കിൽ ഓപ്പറേഷൻ ചെയ്യാൻ പറ്റാത്ത സ്റ്റേജുകളൊക്കെ ആകുന്ന ആളുകളാണ് മിക്കവാറുമൊക്കെ നമ്മുടെ ഹോസ്പിറ്റലിലേക്ക് പ്രകൃതി ചികിത്സയിലേക്ക് കടന്നു വരുന്നത് എന്ന് മനസ്സിലാക്കുക. അവർക്കാണ് 90-95% നമുക്ക് റിസൾട്ട് കൊടുക്കുവാൻ സാധിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. പ്രകൃതി ചികിത്സയിലൂടെയാണ് ജീവിതശൈലി രോഗങ്ങളെ പൂർണ്ണമായും ചികിത്സിച്ച് സുഖപ്പെടുത്തുവാനോ നിയന്ത്രിച്ച് നിർത്തുവാനോ ഒക്കെ സാധിക്കുന്നത് എന്ന് മനസ്സിലാക്കണം. ഇപ്പോൾ ഷുഗർ ആയിരുന്നാലും BP ആയിരുന്നാലും കൊളസ്ട്രോൾ ആയിരുന്നാലും സ്കിൻ ഡിസീസുകൾ സോറിയാസിസ്, എക്സിമ പോലെയുള്ള പ്രശ്നങ്ങളായിരുന്നാലും ഒക്കെ പ്രകൃതി ചികിത്സയിലൂടെ പൂർണ്ണമായി സുഖപ്പെടുത്തുകയോ നിയന്ത്രിച്ച് നിർത്തുവാനോ ഒക്കെ സാധിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഡോക്ടർ, പ്രകൃതി ചികിത്സയിലൂടെ ഇത്തരത്തിലുള്ള ഡോക്ടർ പറഞ്ഞു വെച്ചിട്ടാണെങ്കിൽ ഹാർട്ട് പേഷ്യൻസിന് വരെ പ്രകൃതി ചികിത്സ സഹായകരമാകുമെന്നാണ് ഡോക്ടർ പറയുന്നത്. അപ്പം ഇത്തരത്തിൽ നമുക്ക് പെട്ടെന്ന് ഈ ഭക്ഷണ ക്രമീകരണത്തിലൂടെ അല്ലെങ്കിൽ ജീവിതശൈലിയിലൂടെ ഇത്തരം പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുവാൻ സാധിക്കുമെന്നാണോ താങ്കൾ പറയുന്നത്? ഇപ്പോൾ അറ്റാക്ക് വരുന്ന ഒരാൾ, അറ്റാക്ക് നെഞ്ചുവേദന, അതികഠിനമായ നെഞ്ചുവേദനയും അറ്റാക്കും ഉള്ള ഒരാൾ നേരെ പ്രകൃതി ചികിത്സയിലേക്ക് വരണമെന്നല്ല ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. അവർ ശരിക്ക് അലോപ്പതി
അലോപ്പതി ചികിത്സ തന്നെ അഥവാ മോഡേൺ മെഡിസിൻ്റെ ട്രീറ്റ്മെൻറ്റ് തന്നെയാണ് എടുക്കേണ്ടതെന്ന് മനസ്സിലാക്കുക. അതിനുശേഷം അവരുടെ ആ ഒരു ക്രിട്ടിക്കൽ സ്റ്റേജ് കഴിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പ്രകൃതി ചികിത്സയിലൂടെ ഹാർട്ട് സംബന്ധമായ പ്രശ്നങ്ങളെ സുഖപ്പെടുത്തിയെടുക്കുവാൻ സാധിക്കുന്നതായിട്ട് കാണാൻ കഴിയും. അത് ജീവിതശൈലിയും ഭക്ഷണ ക്രമീകരണങ്ങൾ കൊണ്ട് തന്നെയാണ് നമുക്ക് ധാരാളം ആളുകൾക്ക് റിസൾട്ട് കൊടുക്കുവാൻ സാധിക്കുന്നത്. അത്തരം ആളുകളെ ശാസ്ത്രീയമായി വേണമെങ്കിലും അവർക്ക് ടെസ്റ്റുകൾ ചെയ്യാവുന്നതാണ്. നമ്മുടെ ചികിത്സ തുടങ്ങി ഏകദേശം ഒരു വർഷം കഴിഞ്ഞിട്ട് അവർക്ക് വേണമെങ്കിൽ ആൻജിയോഗ്രാമോ അതല്ലെങ്കിൽ മറ്റ് തരത്തിലുള്ള ശാസ്ത്രീയ ടെസ്റ്റുകളൊക്കെ നടത്തിയിട്ട് അത് എൻ്റെ അസുഖം മാറിയതായിട്ട് വരുത്താവുന്നതാണ്. ഡോക്ടർ, ഒരു ചോദ്യം കൂടി, ചികിത്സയ്ക്ക് ശേഷം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് കൂടി ഒന്ന് വിശദമാക്കാമോ? ചികിത്സയ്ക്ക് ശേഷം രോഗം വരാതിരിക്കാൻ ചികിത്സയ്ക്ക് ശേഷം ശ്രദ്ധിക്കേണ്ടത്, ഒന്ന്, പഴയ ജീവിതശൈലിയിലേക്ക് പോകാൻ പാടില്ല. ധാരാളം പച്ചക്കറികളും പഴവർഗ്ഗങ്ങളുമൊക്കെ നമ്മൾ ചികിത്സയിലെ ഒന്നാമത്തെ സംഗതി തന്നെ ധാരാളം പച്ചക്കറികളും പഴവർഗ്ഗങ്ങളുമൊക്കെ കഴിക്കുക എന്നുള്ളതാണ്. അതിൽ ഷുഗറുകാർ മാത്രം കുറച്ച് പഴവർഗ്ഗങ്ങൾ കഴിക്കുമ്പോൾ ശ്രദ്ധിച്ചും സൂക്ഷിച്ചും കഴിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അവർക്കും വേവിച്ച പച്ചക്കറികളും വേവിക്കാത്ത പച്ചക്കറികളും ധാരാളം ഭക്ഷണത്തിൽ നിർബന്ധമായി നമ്മൾ ഉൾപ്പെടുത്തേണ്ടതുണ്ട്. രണ്ടാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എക്സസൈസ്, അവരുടെ കഴിവിനനുസരിച്ചിട്ട് എക്സസൈസ് നിർബന്ധമായി ചെയ്യേണ്ടതുണ്ട് എന്ന് മനസ്സിലാക്കുക. അതോടൊപ്പം തന്നെ 6 മണിക്കൂർ മുതൽ 8 മണിക്കൂർ വരെ ഉറങ്ങാനും, അതോടൊപ്പം തന്നെ ഒരു 10-15 ഗ്ലാസ് അവരുടെ ശാരീരിക യോഗ്യത പരിഗണിച്ചുകൊണ്ട് 10 ഗ്ലാസ് മുതൽ 15 ഗ്ലാസ് വരെ വെള്ളം കുടിക്കുവാനും അവർ ശീലിക്കണം. ഇത് ട്രീറ്റ്മെൻറ്റിന് ശേഷം അവർ ചെയ്യേണ്ട രീതികളാണ് എന്ന് മനസ്സിലാക്കണം. ചികിത്സയ്ക്ക് ശേഷം വീണ്ടും പഴയ ഒരു ജീവിതത്തിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് മാറിയ അസുഖം വീണ്ടും തിരിച്ചു വരുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട് എന്ന് മനസ്സിലാക്കുക. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നേരത്തെ നിങ്ങൾ മറ്റ് ചികിത്സകളിൽ മരുന്നുകൾ ഉപയോഗിച്ചിരുന്നു. നമ്മുടെ ട്രീറ്റ്മെൻറ്റുകളിൽ യാതൊരു മരുന്നുകളും ഉപയോഗിക്കുന്നില്ല. ജീവിതശൈലിയും ഭക്ഷണ ക്രമീകരണങ്ങളുമാണ് കൃത്യമായി സ്വീകരിക്കേണ്ടത് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ അതുകൊണ്ട് മറ്റിടത്ത് മരുന്ന് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഇവിടെ ജീവിതശൈലി ചിട്ടപ്പെടുത്തേണ്ടതുണ്ട്. ഓക്കെ ഡോക്ടർ. ഹലോ ഡോക്ടറിൻ്റെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. നടുവേദനയ്ക്കും കാൽമുട്ടുവേദനയ്ക്കും പ്രകൃതി ചികിത്സയിൽ സാധ്യമായത് എന്തോ എന്ന വിഷയമാണ് നമ്മൾ ഇന്ന് സംസാരിച്ചത്. നാച്ചുറോപ്പതി വിഷയത്തിൽ നമ്മളോട് സംസാരിച്ചത് ഡോക്ടർ നിസാമുദ്ദീൻ സാറാണ്. അദ്ദേഹത്തിനോടുള്ള നന്ദി അറിയിക്കുന്നു. ഹലോ ഡോക്ടർ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.